പക്ഷെ ആ ഒരു മീനിൽ ഇത്തിരി ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ അവിടെ പോയി മീനുകളെ പിടിക്കാൻ തുടങ്ങി. വൈറ്റി സ്വർണ്ണമുള്ള 1-2 മീനുകളെ കൂടി എനിക്ക് അവിടെ നിന്ന് കിട്ടി. ഇനി ആ പ്രേതക്കാട്ടിനടുത്തുള്ള തോടുകൾ മാത്രമേ ഉള്ളൂ നോക്കാൻ. പക്ഷെ ഇത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? ഇതിനിക്ക് ആ മീനുകളിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ ദൈവമേ, ഞാൻ എന്തെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട്, നീ ഒന്നും സാധിച്ചു തന്നിട്ടില്ല ഇതുവരെ. അവസാനത്തെ പ്രതീക്ഷയായിട്ടാ അന്ന് നിന്റെ ശങ്ക ഞാൻ അടിച്ചു മാറ്റിയത്. നീ ഒന്നും തോന്നരുത്, വേറെ നിവർത്തിയില്ല എന്നിട്ടാ, എന്നോട് ക്ഷമിക്കണം. കുടുംബന്റെ ഇടി നിനക്ക് അമ്പലത്തിൽ കയറി തൊഴാൻ മേലായിരുന്നോ? അച്ഛനെ ഞാൻ കുളിച്ചിട്ടില്ല. എന്തായാലും ഒരു നല്ല കാര്യത്തിന് പോണതല്ലേ. വാ. പിന്നെ ഇനി മേല് തോന്നുന്ന ഒരു പരിപാടിക്ക് ഞാനില്ല കേട്ടോ. അപ്പൊ എന്നടാ കാരണം എനിക്ക് വീട്ടിൽ കൊണ്ട് മതിയായി. നീ കരാട്ടക്കാരനായിരുന്നല്ല. കരാട്ട കോപ്പ് അവനൊരു ഗ്യാപ്പ് കണ്ട എടുത്തിട്ട് ഇടിക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ അവിടെ കാണിക്കണ്ടേ? അച്ഛനെ പിന്നെ ശരീരം അവിടെ ഒരു പരിപാടിക്കും ഞാനിനി ഇല്ല കേട്ടോ. എടാ അതിനിപ്പോ എന്നാടാ, നല്ലൊരു കോളല്ലേ ഒത്തു വന്നത്. എടാ അതിനൊക്കെ അണ്ടർവേണ്ടി ചേരണ്ടേ? അപ്പൊ ഇത്തിരി ശരീരം തന്നതൊക്കെ വരും. പിന്നെ ആ അണ്ടർവേഡിൽ നിന്ന് വന്നവന്റെ അണ്ടർവെയർ പോലും ഇപ്പൊ കാണാനില്ല. ആരുടെ കാര്യമാണ്? ആ മാർക്കോ ആ മരപ്പടിയുടെ വരുന്നതിനെ പറഞ്ഞു. മാർക്കോ ഇല്ലാത്ത നല്ല കാര്യമായില്ലേ, നമുക്കൊരാള് കുറഞ്ഞ് കിട്ടിയില്ലേ. അല്ലല്ലോ അവനെ കൊണ്ട് എവിടെ പരിപാടിക്ക് പോയാലും കോളാക്കി തരും. പണ്ട് ബോംബെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് പോകുന്നത് എനിക്ക് മാത്രം അറിയാം. നമുക്ക് ഉടുമ്പിനെ പോയി കാണാം. ആശാനെ ആ ഉടുമ്പിനെ വിശ്വസിക്കാവോ? അവൻ ആളൊരു മണ്ടനാണെങ്കിലും നമുക്ക് 100% വിശ്വസിക്കാൻ. മണ്ടനാർന്ന് മനസ്സിലായി. അമ്മാതിരി ഇടിയെല്ലാം ഇടിച്ചു കൂട്ടിയത്. നീ വാ, നമുക്ക് ആദ്യം അവനെ പോയി കാണാം, എന്നിട്ട് അവനെന്താ പറയണേന്ന് നോക്കാം. എന്താ ആശാനെ? അല്ലു അല്ലു എവിടെ പോണ സാറേ? ഞങ്ങള് ചുമ്മാ ഇവിടം വരെ അങ്ങ് പോവാ. നീ ഇത് ആരെ നോക്കിക്കോളാ? ഞാൻ വെറുതെ ഇരുന്ന് ഇവിടെ ബോറടിച്ച് നിങ്ങളെ കണ്ടതായാലും നന്നായി. അയ്യോ അല്ലു, ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയിട്ട് വന്നിട്ട് നിനക്ക് കമ്പനി തരാം. എന്നാ ഞാൻ സഹായിക്കാം. ഓ വേണ്ടല്ലോ, നീ ആവശ്യത്തിൽ കൂടുതൽ സഹായം എനിക്ക് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നിന്നെ വിളിച്ചോളാം, നീ ബുദ്ധിമുട്ടണ്ട കേട്ടാ. മറുതെ പ്രേതക്കാട്ടി തെങ്ങിന്റെ അത്രയുള്ള ആൾക്കാരുണ്ടേ. എന്തോന്ന്? നീ അപ്പൊ മുങ്ങിയില്ലേ? പിന്നെ ഈ സ്വർണ്ണം വെച്ചിട്ട് മുങ്ങനെ എനിക്ക് എന്താ ഭ്രാന്താ? അല്ല നിന്നെ അപ്പൊ രാവിലെ കണ്ടില്ല. എടോ ഇടി കൊണ്ട് തൂറിയിരിക്കാണ്, ഹോസ്പിറ്റലിൽ പോയി കാണിക്കണ്ടേ? ഞാൻ തെറ്റിദ്ധരിച്ചു ചുമ്മാ. തെറ്റായിരിക്കും. തീർന്നു, ഒരെണ്ണം കൊടുത്താ ഉണങ്ങ്. അല്ലല്ലോ, നിന്നോട് ഇത് ആരാ പറഞ്ഞേ? അമ്മുമ്മ അപ്പൂമ്മണ്ട് പോയിട്ടുണ്ട് പ്രേതക്കാട്ടി. ആശാനെ ആശാന് വേറെ പണിയൊന്നുമില്ല ഇവന്റെ ഈ തള്ളേക്ക്. എടാ വല്ല ഒളിഞ്ഞു എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് പറഞ്ഞേക്കണം. ആരോടെങ്കിലും പറഞ്ഞ ഞാൻ ആരോടും പറയില്ല, എനിക്ക് വേണം സ്വർണം. നിനക്ക് തുറന്നു കരിക്ക് എത്തുമ്പോഴേ ചെത്തും പറഞ്ഞേക്കാം. കുടുംബം നില്ല്. അല്ലു തുറന്നത് നിനക്ക് ഞാൻ തരാം.
പക്ഷെ നിന്റെ അമ്മമ്മ പറഞ്ഞെന്താന്ന് ആദ്യം പറയും. ആശാനെ, ഇവൻ പറയുന്നൊന്നും ആശാൻ വിശ്വസിക്കണ്ട. ആക്കത്തല്ല, അവിടെ ഈ സ്വർണം ഉള്ളത് കൊണ്ട് പഴയ ആൾക്കാർ ഇറക്കിയിരിക്കുന്ന കുറച്ച് കെട്ടിയതകളാണ് അത്. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെന്താ ഉടുമ്പ നീ അവിടെ ഒറ്റയ്ക്ക് പോകാത്തത്? ഈ നാട്ടുകാരും അവിടെ പോകാത്തെന്താ? പറയടല്ലോ, എന്തോ എന്റെ അമ്മമ്മ പറഞ്ഞത്? അവിടെ ഉടയോൻ കപ്പലിറങ്ങിയ സ്ഥലമാ. ഉടയോനോ? ഏതുടയൻ? ആരോടുടയൻ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. പണ്ടതിന്റെ അപ്പൻ ഈ പ്രേതക്കാട്ടി പോയതാ. പിന്നെ അമ്പലപ്പറമ്പിൽ തുണിയും കൊണ്ടല്ലാതെ ബോധം കെട്ട് കിടക്കണ നാട്ടുകാർ കണ്ട് അതും പറഞ്ഞ് ചിരിച്ചിരിച്ചിരിച്ച് അമ്മവും മരിച്ചു. വേറെ വല്ലതും പറഞ്ഞായിരുന്നു എന്റെ അമ്മൂമ്മ? ഇല്ല. എന്നാ പൊന്നുവൻ വിട്ടോ, സ്വർണം കിട്ടുമ്പോ ആശാൻ കൊണ്ട് തരാം. എന്നെ ഒഴിവാക്കണല്ലോ ആശാനെ. അതങ്ങനല്ലടാ, നിനക്ക് സ്വർണം കിട്ടിയാൽ പോരെ, അത് ആശാൻ തരാം. പിന്നെ അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഏരിയ, നീ അവിടെ വന്ന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല ആശാനെ. ആശാൻ പറ്റിക്കും. എന്നെക്കൂടെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്ത്? നീ കാര്യം പറ, എന്നിട്ട് വേണം നിന്നെ കൊണ്ടുപോകണോ വേണ്ടെന്ന് തീരുമാനിക്കാൻ. എന്നാ ആശാൻ വാക്കുതാ. പടടാ അങ്ങോട്ടേ, ഇങ്ങനെ കൂണ്ടിയാ. അത് പ്രേതക്കാടിനെ പറ്റി നമ്മുടെ അമ്പലത്തിൽ ബ്രഹ്മരക്ഷസിന്റെ വിഗ്രഹത്തിന്റെ താഴെ കല്ലേ കൊത്തി വെച്ചിട്ടുണ്ട്. അതുള്ളതാണെന്ന് അറിയാൻ വേണ്ടിയാണ് അപ്പം പോയത്. പറഞ്ഞു പറഞ്ഞ നീ എങ്ങോട്ടാണ് കൊണ്ടുപോകണം? ആശാനെ, ഇവന്റെ ഭാഗം കേട്ട് അടുത്ത പുലുവാലി പിടിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്തായാലും ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങുമല്ലേ, നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കാം. നമ്മുടെ അമ്പലല്ലേ, ഒരു 10,000 വർഷത്തിന് വലിയ പഴക്കമുണ്ടാവും. അതിന് ഈ അമ്പലമൊക്കെ പുതുക്കി പണിതിട്ട് ഇപ്പൊ എത്ര പ്രയാസായ. പക്ഷെ രക്ഷസിന്റെ തറ പഴയതാ. നോവാ, സമയം കളയണ്ട, നമുക്ക് ഇപ്പൊ തന്നെ പോയി നോക്കാം. പക്ഷെ നീ പറയുന്നത് പോലെ ഒന്നും അവിടെ ഇല്ലേ, നിന്റെ സർവ്വസഹായം ഇവിടെ വെച്ച് നിൽക്കും കേട്ടോ. അവിടെ പാമ്പ് ഉറക്കി. എടാ, കാന്താരിയുടെ ഭർത്താവ്. അപ്പൊ ഓക്കെ, ഞാൻ പോകാം കേട്ടോ. പോലെടാ. അങ്ങടിയല്ലേ? അങ്ങടിയല്ലേ? ഈയാണ് ഇതിനൊക്കെ കാരണം. അതൊക്കെ സാധാരണ ആശാനെ എടാ മൂവാളാ, പക്ഷെ കാന്താരി എന്താ കൂടെ? ഇതാണല്ലേ കാന്താരി. പരിമള കുസുമം കോമള രൂപം തരളിത വനിയിൽ എൻ കരിമിഴി അഴകേ അരമണി കിലുങ്ങി കുടിയിട വീശി കനകനിലാവിൻ നിൻ അനുമതി അഴകോ 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 അഴകോ. അടക്കാശാനെ, അവൻ രണ്ടും കൽപ്പിച്ച മൂടിലാണല്ലോ ആശാനെ. എന്താ നമുക്ക് നിന്ന് കളഞ്ഞത്? ആശാനെ, ബോംബെ ഫൈറ്റ് എന്നത് അവന് കാണിച്ചു കൊടുക്കാം ആശാനെ. എടാ, കുറെ നാളെ ഇവൻ തുടങ്ങിയിട്ട് അവളെ ഓർത്തിട്ട് മാത്രം. നമ്മളിന്ന് ഇത്രയും പേരില്ലേ, കയറി പൊളിക്കാശാനെ. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. പേടിക്കാൻ മാത്രം ഇല്ലല്ലോ മാമ്പേ നീ. വരുവാടാ മക്കി പാമ്പേ. നീ എല്ലാത്തിനും ഒരു പ്ലാനിങ് ഒക്കെ വേണം. എന്നാലും നീ ഇത് എന്ത് കണ്ടിട്ടാ കാന്താരി ഞങ്ങളോട് ഇറങ്ങി പോകുന്നത്? ആരെയും കണ്ടിട്ടൊന്നുമല്ല, എനിക്ക് താല്പര്യമില്ല അയാളോട് നിൽക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് താല്പര്യം ഞാനങ്ങോട്ട് നിൽക്കുക. പിണങ്ങി.
എന്നെ കറഞ്ഞിട്ട് പേര് തന്നെ കാന്താരി. ഇത് കണ്ടോ, ഇതാ കല്ലി കുത്തിച്ചേക്കണേ. പോയില്ലേ? എല്ലാം മനസ്സിലായോ? ഇതെന്തോ ഹിന്ദിയാണെന്ന് തോന്നുന്നു. സംസ്കൃതം. അതിന് നിനക്കറിയാവോ സംസ്കൃതം? ചാജിപ്പിക്കറിയാം. എന്നാടാ? ഓ, അവനിപ്പോ വായിക്കും. ഈ തറയിൽ നിന്ന് കൃത്യം 410 കോൽ വടക്കോട്ട് സഞ്ചരിച്ചാൽ ചുറ്റും വെള്ളത്തിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപിൽ ഉടയോന്റെ കപ്പലിറങ്ങി മാർഗം കോവിലിന്റെ താഴിക കൊടുത്തുള്ള യന്ത്രം. ഇതൊന്നും മനസ്സിലാണല്ലോ, നീ മര്യാദക്ക് പറയടാ. അതായത് ഇവൻ പറയുന്നവരെ ആ കാര്യത്തിൽ എന്തൊക്കെയുണ്ട്. അങ്ങോട്ടേക്ക് സേഫ് ആയിട്ട് പോകുന്ന വഴി കാണിക്കുന്ന ഒരു യന്ത്രം ഈ പരമ ക്ഷേത്രത്തിന്റെ താഴിക കൊടുത്തിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആ യന്ത്രം എടുക്കാൻ മാത്രം നിസാര കാര്യമൊന്നുമില്ല. പണ്ടൊരുത്തൻ അതിന് ശ്രമിച്ചതാ, ഒരു തെണ്ടി ചോറ്. അവന് ഭയങ്കര ബുദ്ധിയായിരുന്നു, അവനെ വരെ പിടിച്ച്. അല്ലടാ, അങ്ങനെയാണെങ്കിൽ അല്ലുവിന്റെ അപ്പൂപ്പൻ എങ്ങനെ പോയി? അങ്ങേര് അത്രയൊന്നും മെനക്കെടത്തില്ലെന്നേ. അന്നേരം അവിടെ ഉണ്ടായിരുന്നൊരു സന്യാസിയാണ് പുള്ളിക്കത് വായിച്ചു കൊടുത്തത്. പുള്ളി ഈ യന്ത്രത്തെ പറ്റിയൊന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോ സന്യാസി സിമ്പിൾ. അല്ലുവിന്റെ അപ്പൂപ്പനെ മൂഞ്ചിച്ച് സന്യാസി താഴികൂടം പൊക്കാൻ പോയി കാണും. കോവില് കക്കാൻ കയറിയിട്ട് ജയിലിൽ പൊണ്ട തന്നെയായിരിക്കും. എനിക്കിതൊന്നും കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ ഉള്ളതാണോ? വിശ്വസിച്ചേ പറ്റൂ, അല്ലാതെ വേറെ വഴിയില്ല. എന്തായാലും ഇവിടെ നിന്ന് മാറി നിൽക്കണം. ആ പാമ്പിന് വെറുതെ ഇരിക്കുമെന്ന് തോന്നണില്ല. എന്തായാലും യന്ത്രം അവിടെ നിന്ന് പൊക്കാനായിട്ട് വഴിയുണ്ട്. എന്ത് വഴി? ജാങ്കോ, അവനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറ്റില്ലെന്ന് പറയത്തില്ല, അതെനിക്ക് ഉറപ്പാ. ആശാനെ ആ പഴയ ജാങ്കോയാ? അതെ, യഥാർത്ഥ അണ്ടർവേൾഡ്. യെസ്, നമ്മൾ യഥാർത്ഥ അണ്ടർവേൾഡിൽ പോകാൻ പോണു. ഹലോ, കിലോപ്പത്ത് കിലോപ്പത്ത്. ഉള്ളേ ഉള്ളേ ഉള്ളേ, പറയൂ മിസ്റ്റർ തങ്കോ.